എല്ലാവർക്കും നമ്മുടെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മട്ടത്രികോണങ്ങളിലെ സൈൻ, കോസ് എന്നീ റേഷ്യോകൾ എന്താണെന്ന് പഠിച്ചു. ഇന്ന് വിവിധ കോണുകളുടെ സൈൻ, കോസ് വിലകൾ എങ്ങനെ കണ്ടുപിടിക്കുമെന്നും അവ എങ്ങനെ പ്രോബ്ലങ്ങളിൽ ഉപയോഗിക്കുമെന്നും നോക്കാം. നമുക്ക് സുപരിചിതമായ രണ്ട് ത്രികോണങ്ങളാണ് ചിത്രത്തിൽ. ഒന്നാമത്തെ ത്രികോണത്തിന്റെ സൈൻ 45 ഡിഗ്രി കണ്ടുപിടിക്കൂ. 45 ഡിഗ്രിയുടെ എതിർവശം 1, കർണം √2. സൈൻ 45 ഡിഗ്രി ഈക്വൽ ടു എതിർവശം ബൈ കർണം, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. Therefore, സൈൻ 45 ഈക്വൽ ടു 1/√2. കോസ് 45 45 ഡിഗ്രിയുടെ സമീപവശം 1 യൂണിറ്റ്, കർണം √2 യൂണിറ്റ്. Therefore, cos 45 ഈക്വൽ ടു 1/√2. ഇനി അടുത്ത ത്രികോണം നോക്കൂ. കോണുകൾ എന്തൊക്കെയാ? 30, 60, 90. സൈഡ്സ് 1, √3, 2. സൈൻ 30 ഡിഗ്രിയുടെ എതിർവശം ബൈ കർണം. 30 ഡിഗ്രിയുടെ എതിർവശം എത്രയാ? 1/2. കോസ് 30 ഡിഗ്രിയുടെ സമീപവശം ബൈ കർണം, √3/2. ഇനി സൈൻ 60 ഡിഗ്രിയുടെ എതിർവശം ബൈ കർണം. അപ്പൊ സൈൻ 60 ഈക്വൽ ടു √3/2. കോസ് 60 ഡിഗ്രിയുടെ അഡ്ജസൻറ്റ് സൈഡ്, സമീപവശം, ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് cos 60 ഈക്വൽ ടു 1/2. അപ്പൊ സൈൻ 45ന്റെ വിലയും കോസ് 45ന്റെ വിലയും ഈക്വൽ ആണ്, 1/√2. 30 ഡിഗ്രിക്കും 60 ഡിഗ്രിക്കും രണ്ട് വിലകളാണ് നമ്മൾ ഓർക്കേണ്ടത്, 1/2, √3/2. സൈൻ 30 1/2 ആണെന്ന് ഉറപ്പിക്കുക. അപ്പൊ കോസ് 30 √3/2. സൈൻ 30 1/2 ആയതുകൊണ്ട് സൈൻ 60 √3/2. സൈൻ 60 √3/2 ആയാലോ കോസ് 60 1/2. അത് ആൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ വരും, അത് ഓർത്ത് വെക്കുക കേട്ടോ. സൈൻ 30 ഈക്വൽ ടു കോസ് 60 ഈക്വൽ ടു 1/2. സൈൻ 60 ഈക്വൽ ടു കോസ് 30 ഈക്വൽ ടു √3/2. ഇനി മറ്റു കോണുകളുടെ സൈൻ അളവുകൾ എങ്ങനെ കണ്ടുപിടിക്കും? വളരെ പ്രാചീന കാലത്ത് തന്നെ ഗണിതകാരന്മാർ കോണുകളുടെ സൈൻ വിലകളും കോസ് വിലകളും കണ്ടുപിടിച്ച് പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. കോണുകളുടെ അളവുകൾ, സൈൻ വിലകൾ, കോസ് വിലകൾ എന്നിങ്ങനെ. കണ്ടില്ലേ? ഈ പട്ടികയിൽ നിന്ന് സൈൻ 20, കോണുകളുടെ അളവിൽ നിന്ന് 20 എടുക്കുക, സൈൻ വിലകളിൽ നോക്കുക, 0.3420. സൈൻ 20 സമം 0.3420. കോസ് 20 0.9397. ഇനി സൈൻ 40, സൈൻ 40 0.6428. കോസ് 40 0.7660. അങ്ങനെ നമുക്ക് 0 മുതൽ 90 വരെയുള്ള എല്ലാ കോണുകളുടെയും സൈൻ അളവുകളും കോസ് അളവുകളും ഈ പട്ടികയിൽ നിന്നും കണ്ടുപിടിക്കാം. ഈ ചോദ്യം നോക്കൂ. പേജ് നമ്പർ 108, ക്വസ്റ്റ്യൻ നമ്പർ 1. The lengths of two sides of a triangle are 8 centimeters and 10 centimeters and the angle between them is 40 degree. Calculate its area. What is the area of the triangle with the sides of the same length but angle between them 140 degree? ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളുടെ നീളം 8 സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ. അവക്കിടയിലെ കോൺ 40 ഡിഗ്രി. ത്രികോണത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. ഇതേ വശങ്ങളും അവക്കിടയിലെ കോൺ 140 ആയ ത്രികോണത്തിന്റെ പരപ്പളവ് എത്രയാണ്? ട്രയാങ്കിൾ ABC. AB 10 centimeters, BC 8 centimeters. Angle B equal to 40 degree.
ത്രികോണം എ ബി സിയുടെ പരപ്പളവ് ഏരിയ കണക്കാക്കണം. ഏരിയ ഈക്വൽ ടു ഹാഫ് ബി എച്ച്. ബി ഈക്വൽ ടു 7 സെൻറ്റിമീറ്റേഴ്സ്. എച്ച് കണ്ടുപിടിക്കണം. എയിൽ നിന്ന് ബി സിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലംബം വരയ്ക്കാം. എ ഡി. ഇപ്പം നമുക്ക് 2 മട്ടത്രികോണങ്ങൾ കിട്ടി. ട്രയാങ്കിൾ എ ഡി ബി ആൻഡ് ട്രയാങ്കിൾ എ ഡി സി. ട്രയാങ്കിൾ എ ഡി ബി പരിഗണിച്ചാൽ എ ബി കർണം, ബി ഡിയും എ ഡിയും ലംബവശങ്ങൾ, പെർപെൻഡിക്കുലർ സൈഡ്സ്. 2 സൈഡ്സിന്റെ നീളം ഉണ്ടെങ്കിൽ പൈതഗോറസ് റൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എ ഡി കണ്ടുപിടിക്കാം. പക്ഷെ ഇവിടെ ഒരു സൈഡേ നമ്മൾ എടുത്തുള്ളൂ, പിന്നുള്ളത് ഒരു കോണാണ്, ആംഗിൾ ബി. അപ്പോൾ നമുക്ക് ത്രികോണമിതി അംശബന്ധങ്ങൾ ഉപയോഗിച്ച് എ ഡി കണ്ടുപിടിക്കാമോ നോക്കാം. ആംഗിൾ ബിയുടെ എതിർവശം ഓപ്പോസിറ്റ് സൈഡാണ് എ ഡി. കർണം 10 സെന്റിമീറ്റർ ആണ്. എതിർവശവും കർണവും ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും വരുന്ന റേഷ്യോ ഏതാണ്? ട്രിഗണോമെട്രിക് റേഷ്യോ, ത്രികോണമിതി അംശബന്ധം ഏതാണ്? സൈൻ 40. സൈൻ 40 ഈക്വൽ ടു എതിർവശം ബൈ കർണം. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഡി ബൈ എ ബി. സൈൻ 40 ഡിഗ്രി ഈക്വൽ ടു എ ഡി ബൈ എ ബി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എ ഡി ഈക്വൽ ടു സൈൻ 40 ഇൻറ്റു എ ബി. സൈൻ 40 ഡിഗ്രിയുടെ വില നമുക്ക് പട്ടിക നോക്കി കണ്ടുപിടിക്കാം. എത്രയാണ്? 0.6428. അപ്പോൾ എ ഡി ഈക്വൽ ടു 0.6428 ഇൻറ്റു 10, ദാറ്റ് ഈസ് ഈക്വൽ ടു 6.428 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ നമുക്ക് എ ഡി കിട്ടി. ത്രികോണത്തിൻ്റെ ഉയരം കിട്ടി. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിച്ചൂടെ? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു ഹാഫ് ബി എച്ച്. ഹാഫ് ഇൻറ്റു ബി, ഇവിടെ ബി സി, എച്ച് എ ഡി. ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 6.428. ദാറ്റ് ഈസ് ഈക്വൽ ടു 25.712 സെൻറ്റിമീറ്റർ സ്ക്വയർ. That is area of triangle ABC equal to 25.712 centimeter square. ഇനി ഈ ക്വസ്റ്റ്യൻ്റെ അടുത്ത പാർട്ട് എന്താ? ഇതേ വശങ്ങളും അവയ്ക്കിടയിലെ കോൺ 140 ഡിഗ്രിയും ആയ ത്രികോണത്തിന്റെ പരപ്പളവ് എന്താണ്? അപ്പോൾ നമുക്ക് ത്രികോണം വരയ്ക്കാം. എ ബി 10 സെന്റിമീറ്റർ, ബി സി 8 സെന്റിമീറ്റർ, ആംഗിൾ ബി 140 ഡിഗ്രി. ഇതൊരു ബൃഹത് ത്രികോണമാണ്, ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ. ഇതിൻ്റെ ഹൈറ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഇതിൻ്റെ പരപ്പളവ് കാണാൻ ഹൈറ്റ് വേണ്ടേ? അപ്പം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ബി സി എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കും. എന്നിട്ട് എയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ താഴോട്ട് വരയ്ക്കും. അപ്പം നമുക്ക് എ ഡി കിട്ടും. അതാണ് ഈ ട്രയാങ്കിൾ എ ബി സിയുടെ ഹൈറ്റ്. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ഡി എന്ന നീളമാണ്. ചിത്രത്തിൽ നോക്ക്, എ ഡി ബി എന്ന് പറഞ്ഞൊരു ത്രികോണം ഇല്ലേ, ഒരു മട്ടത്രികോണം. അതിൻ്റെ കർണം 10 സെൻറ്റിമീറ്റർ ആണ്. പാത എത്രയെന്ന് അറിയില്ല. പിന്നെയോ ഈ ബി എന്ന് പറഞ്ഞ കോൺ എത്രയായിരിക്കും? നമുക്കറിയാം കോൺ എ ബി സിയും കോൺ എ ബി ഡിയും രേഖീയ ജോഡികളാണ്. ആംഗിൾ എ ബി സി ആൻഡ് ആംഗിൾ എ ബി ഡി ആർ ലീനിയർ പേഴ്സ്. Therefore, ആംഗിൾ എ ബി ഡി ഈക്വൽ ടു 140 ഉണ്ട് ഇവിടെ. എത്ര വരും? 40 ഡിഗ്രി. ആംഗിൾ എ ബി ഡി ഈക്വൽ ടു 40 ഡിഗ്രി എന്ന് കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ എ ഡി ബി എന്ന് പറഞ്ഞ മട്ടത്രികോണത്തിലെ റൈറ്റ് ട്രയാങ്കിളിലെ 40 എന്ന കോണിൻ്റെ എതിർവശമാണ്. 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ്. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്യാം. ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും എതിർവശവും കർണവും വരുന്ന റേഷ്യോ ഏതാണ്? സൈൻ. അപ്പം സൈൻ 40 ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? എ ഡി കണ്ടുപിടിക്കാം. ഇൻ ട്രയാങ്കിൾ എ ഡി ബി സൈൻ 40 ഈക്വൽ ടു എതിർവശം ബൈ കർണം.
opposite side by hypotenuse. That is equal to AD by AB. Sin 40 equal to AD by AB. Cross multiply ചെയ്താൽ എന്ത് കിട്ടും? AD equal to sin 40 into AB. Sin 40ന്റെ വില 0.6428 ആണ്. 0.6428 into 10 that is equal to 6.428 centimeters. ഇപ്പൊ നമുക്ക് ഹൈറ്റും കിട്ടി ബേസും ഉണ്ട്. ഇനി എന്ത് ചെയ്യാം? ഏരിയ കാണാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു ഹാഫ് ബി എച്ച്. ഇവിടെ ബേസ് എന്താ? ബേസ് ബി സി, ഹൈറ്റ് എ ഡി, ദാറ്റ് ഈസ് ഹാഫ് ബി സി ഇൻറ്റു എ ഡി, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 8 ഇൻറ്റു 6.428, ദാറ്റ് ഈസ് ഈക്വൽ ടു 25.712 സെൻറ്റിമീറ്റർ സ്ക്വയർ. That is the area of triangle ABC equal to 25.712 centimeter square. നേരത്തെ ചെയ്ത കണക്കിലെ ത്രികോണത്തിന്റെ എ ബി എന്ന വശം 10 സെന്റിമീറ്ററും ബി സി എന്ന വശം 8 സെന്റിമീറ്ററും അവയ്ക്കിടയിലെ കോൺ 40 ഡിഗ്രിയുമാണ്. ഇപ്പോൾ ചെയ്തതോ? എ ബി 10 സെന്റിമീറ്റർ ആണ്, ബി സി 8 സെന്റിമീറ്റർ ആണ്, പക്ഷെ അവയ്ക്കിടയിലെ കോൺ 140 ഡിഗ്രിയാണ്. നമുക്ക് കിട്ടിയ പരപ്പളവ് രണ്ടിൻ്റെയും 25.712 സെന്റിമീറ്റർ സ്ക്വയർ. എന്താ അവയുടെ പ്രത്യേകത? അവയുടെ വശങ്ങൾക്കിടയിലുള്ള കോണുകൾ ആദ്യത്തെ കണക്കിൽ 40 ഡിഗ്രി ആയിരുന്നു, ഇപ്പൊ 140 ഡിഗ്രി. രണ്ട് ത്രികോണങ്ങളിലെ രണ്ട് വശങ്ങൾ തുല്യവും അവയ്ക്കിടയിലെ കോണുകൾ അനുപൂരകങ്ങൾ ആയാൽ അവയുടെ പരപ്പളവുകൾ തുല്യമായിരിക്കും. അങ്ങനെ ഒരു ആശയം കൂടി ഈ പ്രോബ്ലത്തിലുണ്ട്. മനസ്സിലായല്ലോ? ഓക്കേ.